ഒരാളുടെ വൈകല്യം അവരുടെ പേരായിട്ട് ഒരു ടാഗാക്കി മാറ്റുന്ന ഒരു പ്രവണതയുണ്ട്. ഇത് ആ പൊട്ടനല്ലേ, അല്ലെങ്കിൽ ഇതൊരു ആ ചട്ടുകാലിയല്ലേ. മരണപ്പാട്ടാണ് ഇപ്പോൾ കൂടുതൽ തമിഴിൽ എനിക്ക് വന്നത്. അദ്ദേഹത്തിൻ്റെ ശല്യം നോക്കി സൂര്യക്കേട് കൊണ്ട് തന്നെ അങ്ങോട്ട് ഞാൻ തന്നെ തീരുമാനിച്ചത്. അതായത് ഒരു സ്വാതന്ത്ര്യമില്ലായ്മ. ഞാൻ പറഞ്ഞു നടക്കണ കാര്യമില്ല. ഞാൻ കട്ടയ്ക്ക് ഇന്നലെ എങ്ങോ പോയി പറഞ്ഞു, ഇന്നൊരു സ്വപ്നം കൂടെ വന്നു എന്നൊക്കെ പറഞ്ഞു. പ്രത്യാശയാണ്. ദാസേട്ടനും ഇപ്പം ഞാവൊക്കെ പറയാമെന്ന് പറഞ്ഞു. ജയേന്ദ്ര സാറും ഫോണിൽ കൂടെ എന്നൊക്കെ പറയും. പിന്നെ ഒരെണ്ണം മന്നുണ്ട് ഗഡുവാളിയോ എന്ത് ഭാഷ ഇത്. ലാലേട്ടൻ എന്താ വിളിക്കാൻ ഞാവോ? ലാലേട്ടൻ വിളിച്ചില്ല. ഇന്റർവ്യൂല് പറഞ്ഞു കേട്ടിരുന്നത് ഈ നാദത്തിലൂടെയാണ് ഈ ലോകം കാണുന്നത്. അതെ, ശബ്ദത്തിൽ കൂടെ തന്നെ ഓരോ ഫുൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും അങ്ങനെയാണ്. ഓരോ ശബ്ദത്തിൽ കൂടെയാണ്. ശബ്ദം, ഗന്ധം, സ്പർശനം, അതിൽ കൂടെയാണ് എല്ലാം. പിന്നെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു തരും, ഇന്നടുത്ത് ഇന്നതുണ്ട് അതുണ്ട് ഇതുണ്ട് പോകുമ്പോഴൊക്കെ. പിന്നെ ആരെങ്കിലും എൻ്റെ അടുത്ത് വരും, ഇത് ഇന്ന ആളാട്ടോ വിജയലക്ഷ്മി എന്ന് പറയുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാനെങ്ങനെ അറിയുന്നു, ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പം ഞാൻ പറയും എനിക്ക് അങ്ങനെ പറഞ്ഞാൽ അറിയത്തില്ല. ഒരു കൈ തന്നിട്ട് ഇങ്ങനെ പരിചയപ്പെടണമെന്ന് പറയും. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതെന്ത് പിന്നെ എല്ലാ കാര്യത്തിലും അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. വരും. ചിലരുടെ മറന്നു പോകും കേട്ടോ, കുറേ നാളായി കഴിയും. എന്നാലും പിന്നെ വിളക്ക് കൊളുത്താൻ പോകുമ്പോഴൊക്കെ അച്ഛനും അമ്മയും കൂടെ വേണം. ചിലപ്പോൾ അവർ കയ്യിൽ വിളക്ക് തന്നിട്ട് പോയാലോ അങ്ങനെയൊക്കെയുള്ള പേടി എനിക്ക്. ഞാനെങ്ങനെ കൊടുത്തു, എനിക്ക് തന്നെ കൊടുത്താൽ അറിയത്തില്ല എവിടെയാണ് എന്താ. അങ്ങനെയൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ട്. പിന്നെ എൻ്റെ മോനെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് പറയും. അപ്പം ഞാൻ പറയും ആളെവിടെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ കൈ തല വയ്പ്പിക്കുവാണെങ്കിൽ അനുഗ്രഹിക്കാമെന്ന് പറയും. ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ ഉണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക്. ഇതുപോലെ ഇപ്പൊ പറഞ്ഞ സമയങ്ങൾ അവസ്ഥകളിലാണ്. ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് തരുമ്പോഴേ കൈ തന്നില്ലെങ്കിൽ അങ്ങനെ അറിയും. വേറെ ആരുടെയും കൂടെ ചോറിനായിരിക്കില്ല. അവർ പറഞ്ഞു തന്നില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കൂട്ടാനുണ്ട്, അവിടെയുണ്ട്, ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഫോട്ടോ എടുക്കാൻ നേരം അങ്ങോട്ട് നോക്കുന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും എനിക്കറിയില്ല. വലത്തോട്ട് നോക്കണം അല്ലെ ഇടത്തോട്ട് നോക്കാൻ പറയണം ഞാൻ പറയും. അങ്ങനെയുള്ള സ്ട്രെസ്സുകളൊക്കെ ഉണ്ട്. സൊസൈറ്റി പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി ഉള്ളവരെ നോക്കി കാണുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് തോന്നിയിട്ട്. ഉണ്ട്. അതായത് അവരെ ഒരു ടാഗായിട്ട് മാറ്റും. ഇപ്പോൾ ഒരാളുടെ വൈകല്യം അവരുടെ പേരായിട്ട് ഒരു ടാഗാക്കി മാറ്റുന്ന ഒരു പ്രവണതയുണ്ട്. അത് ശരിയല്ല. ഉദാഹരണം, ഇത് ആ പൊട്ടനല്ലേ, അല്ലെങ്കിൽ ഇതൊരു ആ ചട്ടുകാലിയല്ലേ, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ചീത്ത പറയും. അങ്ങനെ പറയരുത്. അവർക്ക് പേരുണ്ടല്ലോ, അത് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കും. അവരുടെ ഡിസബിലിറ്റി ഒരു ടാഗാക്കണ എന്തിനാ? അത് വെച്ച് എന്തിനാ അറിയപ്പെടുന്നത്? വിക്കൻ, കുക്കൻ. ഞാൻ ചീത്ത പറയും, ഞാൻ പ്രതികരിക്കുമായിരുന്നു. അവരെ മാറ്റി നിർത്തേണ്ട ആവശ്യം എന്താ? അല്ല, നമ്മൾ സമൂഹത്തിൽ അവരും മനുഷ്യർ തന്നെ. അവർക്കും എല്ലാം അറിഞ്ഞ് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം എന്നെപ്പോലുള്ളവർക്കും എല്ലാം അറിഞ്ഞ് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ചിലരൊന്നും അറിയിക്കില്ല, നിനക്ക് കാണില്ല, നീ അവിടെ പോയിരുന്നു, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിനൊക്കെ ഞാൻ എതിരായിരുന്നു, ഞാൻ വഴക്കായിരുന്നു. വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അവർ മാറി നിൽക്കേണ്ടവരല്ലെന്നേ. അങ്ങനെ ചേച്ചീനെ കണ്ട് അങ്ങനെ ഇൻസ്പയർ ആയിട്ടുള്ള അങ്ങനെ വല്ല കേസസ് അറിയാമോ? വേറെ കുട്ടികൾ ഇതേപോലെ സംഗീതം ഏറ്റെടുക്കുകയും പഠിക്കുക അങ്ങനെ ഉണ്ടാവും തോന്നുന്നല്ലേ? കുറെ പേര് ഉണ്ടാവുമായിരിക്കും. ഉണ്ടാകേണ്ടതാണല്ലേ. ഈ രാഗങ്ങളെ മനസ്സിൽ എങ്ങനെയാണ് കാണുന്നത്? ചില ആൾക്കാരൊക്കെ ഈ പഠിക്കുന്നവരൊക്കെ നോട്ട്സ് എഴുതിയെടുത്താണ്. പക്ഷെ നമുക്ക് ചില ഇതുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിൽ അതിന് രൂപമായിട്ടാണോ, എങ്ങനെയാണ് രാഗങ്ങളെ നമ്മൾ മനസ്സിൽ ക്രമീകരിക്കുന്നത്? രാഗങ്ങളെ അത് ഒരു ദൈവിക ഭാവമായിട്ടാണ് കാണുന്നത്. ഓരോ രാഗങ്ങൾക്കും സരസ്വതി എന്ന് പറയുമ്പോൾ സരസ്വതി ദേവിയുടെ വീണ അതൊക്കെ മനസ്സിൽ കാണും. പിന്നെ ഓരോ രാഗങ്ങൾക്കും ഓരോ ഐശ്വര്യം, ഓരോ ഇമോഷൻസ് ഉണ്ട്. ഐശ്വര്യമുള്ള രാഗങ്ങൾ, സങ്കടമുള്ള രാഗങ്ങളൊക്കെ ഇല്ലേ? ശുഭബന്ധുരാളിയുണ്ട്, ശിവരഞ്ജിനി, അതൊക്കെ ശോകരാഗങ്ങളാണ്.
അപ്പോൾ ഓരോ രാഗങ്ങളെയും ദൈവിക സ്വരൂപമായിട്ട് കാണണം. ഹംസധ്വനിയാണെങ്കിൽ അരയന്നങ്ങൾ, ഹംസം എന്ന് വെച്ചാൽ അരയന്നമല്ലേ, അരയന്നങ്ങളുടെ ശബ്ദമാണ് ഹംസധ്വനി. അങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ട്. മോഹനം മനോഹരം, സന്തോഷമുള്ള രാഗം. അങ്ങനെ ആരഭി ഒക്കെ ഒരു ഐശ്വര്യമുള്ള രാഗമാണ്. തിരുവാതിര കളിക്കൊക്കെ ആരഭി ഉപയോഗിക്കാറുണ്ട്. അത് അതുകൊണ്ട് ഓണത്തിന് അടിപൊളിയാണ്. തിരുവനന്തപുരത്ത് പ്രോഗ്രാമുണ്ട്. 24-ാം തീയതി ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും കൂടെ കുടുംബസംഗമമുണ്ട്. അടിപൊളിയാണ്. ആദ്യമായിട്ട് അങ്ങനെ ഒരു കുടുംബസംഗമം വയ്ക്കുന്നു. ഇപ്പോഴാണ് അതിനുള്ള ടൈം. ഞങ്ങളുടെ വെള്ളാള സമുദായം, അതും അവർ മാത്രമല്ല കേട്ടോ, എല്ലാവരും ഉണ്ടേ. കുമരകൻ രഘുനാഥ് സാറാണ് അതിഥിയായിട്ട് വരുന്നത്. നേരത്തെയൊക്കെ സ്പെൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ പ്രോഗ്രാം വന്നേ പിന്നെ സ്പെൻഡ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ കൊല്ലം വീട്ടിലായിരുന്നു കേട്ടോ. എന്നിട്ട് കഞ്ഞിയും കറിയും കളിയായിരുന്നു. അമ്മായിയുടെ മക്കളൊക്കെ ആയിട്ട് അതിന് മുമ്പ് കളിക്കാൻ വരുമായിരുന്നു. ഇപ്രാവശ്യം അമ്മയച്ഛനും തന്നെ കളിക്കാൻ. പിന്നെ ഇപ്പം അമ്മയച്ഛനെ വരാറുള്ളൂ കളിക്കാൻ. എല്ലാവരും അവർക്ക് വിവാഹം കഴിഞ്ഞ് പിന്നെ ജോലിയൊക്കെ കിട്ടി, ടൈമില്ലാത്തതുകൊണ്ട് അച്ഛനും അമ്മയും കൂട്ടും. കല്യാണവും അതുപോലെ. അത് അദ്ദേഹത്തിൻ്റെ ശല്യം നോക്കി, സൂര്യക്കേട് കൊണ്ട് തന്നെ അങ്ങോട്ട് ഞാൻ തന്നെ തീരുമാനിച്ചത്. അതായത് ഒരു സ്വാതന്ത്ര്യമില്ലായ്മ. അങ്ങനെ ഇരിക്കാൻ മേല, ഇങ്ങനെ ഇരിക്കാൻ മേല, അത് കഴിക്കാൻ മേല, ഇത് കഴിക്കാൻ മേല, പ്രാർത്ഥിക്കാൻ മേല. അപ്പം അച്ഛനും അമ്മയായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് പാടില്ല. നടക്കണ കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ് നടക്കണ കാര്യമില്ല. ഞാൻ കട്ടയ്ക്ക് നിന്ന് പുള്ളി മാറ്റാൻ പരമാവധി നോക്കി. എനിക്കങ്ങനെ ഒരു സ്വഭാവം, ഈ കാര്യത്തിലൊക്കെ ഞാൻ കട്ടയ്ക്ക് നിൽക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ടേ നടക്കൂല എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ഈ പരിപാടി പറ്റൂല. ഞാൻ മമ്മൂക്ക പറയൂലേ, മമ്മൂക്ക പറയണ പോലെ ഞാൻ പറഞ്ഞു സുലാൻ എന്ന് പറഞ്ഞു പുള്ളിയോട്. പരിപാടി ഇവിടെ പറ്റിയല്ല, സുലാൻ. സെയിം സ്വഭാവമായിരുന്നു. അതെ അതെ. അത് തന്നെ പാട്ട്. അത് എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാൽ നിരുത്സാഹപ്പെടുത്തലിൻ്റെ ഉസ്താദുക്കളായിരുന്നു രണ്ടുപേരും. എല്ലാത്തിനെയും നിരുത്സാഹപ്പെടുത്തുക. സംഗീതത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഉണ്ടെന്നുള്ളൊരു, അതെ, സംഗീതം വിട്ടു പോകില്ല എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി, സംഗീതവും ദൈവവും നമ്മെ വിട്ടു പോകില്ല എന്നുള്ള വിശ്വാസത്തിൽ അങ്ങോട്ട് ഉറച്ചു നിന്നു. ചേച്ചി ഒത്തിരി മേജർ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ പാടിയിട്ടുണ്ട്. തമിഴാണ് തെലുങ്കാണ് അറിയില്ല, പക്ഷെ ബാഹുബലിയിലൊക്കെ പാടുമ്പോൾ കീരവാണി സാർ, നമ്മുടെ അനിരുദ്ധ്, ദിബു, ഇവരുടെ കൂടെ ലൈക്ക് ഇത്രയും വലിയ ആൾക്കാരുടെ കൂടെ പാടുമ്പോൾ അതിന്റെ എന്തെങ്കിലും ഒരു ലൈക്ക് മെമ്മറീസ് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എല്ലാവരും നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ആരും നമ്മളെ നിരുത്സാഹപ്പെടുത്തുകയോ ഒന്നുമില്ല. എല്ലാവരും സ്നേഹമായിട്ടുള്ള പെരുമാറ്റമാണ്. കീരവാണി സാറൊക്കെ പാടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല, ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ഇത് ഇമാൻ സാറും ആണെങ്കിൽ കോമഡിയാണ്. ഇമാൻ സാറിൻ്റെ 6-7 സിനിമയിൽ പാടിയിട്ടുണ്ട്. സാറും ഇതുപോലെ മിമിക്രിയും മ്യാവും ഒക്കെയാണ്. ഡീപ്പായിട്ട് പരിചയപ്പെടും. ദാസേട്ടനും ഇപ്പം മ്യാവൊക്കെ പറയാൻ തുടങ്ങി. ജയേന്ദ്ര സാറും ഫോണിൽ കൂടെ എന്നൊക്കെ പറയും. പിന്നെ അത് കോഡ് ഭാഷയായിട്ട് മാറി. എല്ലാവരും എന്നെ വന്നിട്ട് മ്യാവേ മ്യാവേ അപ്പം ഞാനും വിളിക്കും. അവന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? മ്യാവിൻ്റെ തുടക്കം അച്ഛനും അമ്മയുടെ കൂടെ തന്നെ തുടങ്ങിയത്. അപ്പുറത്തെ വീട്ടിൽ പൂച്ചയുടെ കരഞ്ഞായിരുന്നു. പിന്നെ അവിടുന്ന് അച്ഛനും അമ്മയുടെ അടുത്ത് നിന്ന് തുടങ്ങി, പിന്നെ എല്ലാവരുടെ അടുത്തും ആയി. പുള്ളിയോട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ഓൺലൈനിലായിരുന്നു. ഇന്ത്യൻ 2-ൽ അതിലല്ലേ, ഇന്ത്യൻ 2-ലെ പാട്ട് വന്നിട്ടുണ്ടോ?
പക്ഷെ ആ സിനിമ വന്നില്ലെന്ന് തോന്നുന്നു. അല്ല, വന്നു. റിലീസായി. വന്നായിരുന്നോ? ആ, വന്നു. ഒന്ന് കേൾക്കണമല്ലേ? ഏത് പാട്ടാ? ആ പാട്ടല്ലേ? അത് കേൾക്കണം. ഓ, അതുണ്ടായിരുന്നല്ലേ? ഈ മറക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഈ റെക്കോർഡിംഗ് ചെയ്യുമ്പോൾ സ്റ്റുഡിയോയിൽ മലയാളത്തിലാണെങ്കിൽ അവിടെ നല്ല അങ്ങനത്തെ റെക്കോർഡിംഗ് സെഷൻ ഏതെങ്കിലും ഓർമ്മകളിലുണ്ട്? ഇത്രയും കാലത്ത് അത് കാറ്റേ കാറ്റേ തുടങ്ങിയിട്ട് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു റെക്കോർഡിംഗ്, അങ്ങനെ ചില മൊമെന്റ്സ് ഉണ്ടാവുമല്ലോ. ആ, അങ്ങനെ പറയുകയാണെങ്കിൽ ഏതൊക്കെ ആയിരിക്കും? ഇങ്ങനെ പറയാം, കർണാടക സൈഡിലൊക്കെ എല്ലാവരും ബൊക്കെ എന്ന് സ്വീകരിച്ചിട്ടാണ് റെക്കോർഡിങ്. ആ, അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അതൊരു പിന്നെ ഈ കസു എന്നുള്ള ഇൻസ്ട്രുമെന്റിൽ പടകാളി വായിച്ചു തരും, മറക്കാൻ പറ്റാത്ത. അത് സ്റ്റുഡിയോയിൽ ഞാൻ ചുമ്മാ ഒരു രസത്തിന് വായിച്ചത്. അത് യൂട്യൂബിലുണ്ട് കേട്ടോ. അതൊരു മറക്കാനാവാത്ത അനുഭവമായിരുന്നു. അല്ലാത്ത സ്റ്റേജിലൊക്കെ ആണെങ്കിൽ, കച്ചേരിക്കാണെങ്കിൽ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ അനുഗ്രഹം ലഭിച്ചത്, SPB സാറിൻ്റെ അനുഗ്രഹം ലഭിച്ചത് മറക്കാനാവാത്ത അനുഭവമാണ്. സിനിമയിൽ വരുന്നതിന് മുമ്പ് കച്ചേരിക്കായിട്ട് കേരളത്തിന് വെളിയിലൊക്കെ പോകാറുണ്ട്? ആ, പോവാറുണ്ടായിരുന്നു. കച്ചേരിക്ക് മാത്രമായിട്ട്. ഗാനമേള ഒന്നുമില്ലായിരുന്നു, കച്ചേരികൾ മാത്രമായിരുന്നു. ഇപ്പം എല്ലാം ഉണ്ട്. അടിപൊളിയല്ലേ? ഈ ലൈഫ് എങ്ങനെ മാറി സിനിമയിൽ വന്നതിന് ശേഷം? ഒന്നുകൂടെ ആരാധക വൃന്ദങ്ങൾ കൂടി. നേരത്തെ കച്ചേരിക്ക് ചുരുക്കം പേരെ അറിയപ്പെട്ടിരുന്നത്, ഇപ്പം അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിയില്ലേ? അതൊരു ഭാഗ്യമാണ്, പോസിറ്റീവായൊരു മാറ്റമാണ്. എവിടെ പോയാലും ആൾക്കാർ തിരിച്ചറിയും. പിച്ചെടുക്കുക, ഫോട്ടോ എടുക്കുക. ഞാനൊന്നും പറയൂല കേട്ടോ, എടുത്തോളാൻ പറയും. പിന്നെ കുറേ നേരം നിൽക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് ഇരിക്കണമെന്ന് പറയും, അത്രയേ ഉള്ളൂ. എന്നും എടുക്കുമ്പോൾ അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. SPB സാറായിട്ട് എവിടെ വെച്ചായിരുന്നു മീറ്റ് ചെയ്തത്? ആദ്യം കൊല്ലത്ത് വെച്ചായിരുന്നു, 2015. ദേവരാജൻ മാസ്റ്ററുടെ അവാർഡ് SPB സാറിന് ദാസേട്ടൻ കൊടുക്കുന്നതായിട്ട് അപ്പോൾ ആദ്യമായിട്ട് സാറിനെ മീറ്റ് ചെയ്തു. അതിന് ശേഷം കോട്ടയത്ത് തന്നെ വീണ്ടും മീറ്റ് ചെയ്തപ്പം ശങ്കര ഗായത്രി വീണയിൽ ഞാൻ വായിക്കുന്നത് കേട്ടു എന്നൊക്കെ പറഞ്ഞു അഭിനന്ദിച്ചു. ഞാൻ ഫോണിൽ സംസാരിക്കുമായിരുന്നു കേട്ടോ. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടും വിളിച്ചിരുന്നു കേട്ടോ. അതൊന്നും സാരമില്ല, ദൈവം എന്തു പറയുന്നു അതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെയാ പറഞ്ഞത്. അതൊന്നും വലിയ കാര്യമല്ല എന്ന് പറഞ്ഞു. അത്രയല്ല. ഈ എല്ലാവർക്കും അവരവരുടെ ക്യാരക്ടർ അവരവരുടെ ഒരു ഇത് ഐഡന്റിഫൈ ചെയ്യുന്ന ചില പാട്ടുകൾ ഉണ്ടാവുന്നു. അങ്ങനെ ഒരു പാട്ട് പറയുകയാണെങ്കിൽ വൈക്കം വിജയലക്ഷ്മിനെ ഐഡന്റിഫൈ ചെയ്യുന്ന അങ്ങനെ ഒരു ആ രീതിയിലെ ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? എന്തായാലും ആദ്യത്തെ പാട്ട് തന്നെ ആയിരിക്കും, കാറ്റേ കാറ്റേ. ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയില് ഇതിലുണ്ട്. ARMലുണ്ട്. ഇപ്പം അതല്ലേ ഹിറ്റല്ലേ. അതിന് ശേഷം കൈക്കോട്ടിന് സ്വപ്ന സുന്ദരിക്ക് ശേഷം ARM വന്നു. അഞ്ജനമണി. അതിപ്പോൾ എല്ലാവരും കൈകൊട്ടി കളിക്കൊക്കെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഭക്തിഗാനം ഉണ്ടല്ലോ, തെൻപഴനി കോവിലാണ്, അതും ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഒരു ഭാഗ്യമല്ലേ. അത് കാറ്റേ കാറ്റേ പ്രധാനമായിട്ട്. 2 പാട്ടില്ലേ, കാറ്റേ കാറ്റേയും ഒറ്റയ്ക്ക് പാടുന്നു. അതിന് ശേഷമേ ബാക്കി എന്തുള്ളൂ. ഫീലിങ്സിൻ്റെ ഉണ്ട്. സിനിമാ രംഗത്ത് ആദ്യത്തെ കൈപിടിച്ച് ഉയർത്തിയ ഗാനമാണല്ലോ, അതുകൊണ്ട് മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് നമുക്ക് ഓർമ്മ വരുമല്ലോ എപ്പോഴും. അത് പ്രതീക്ഷകളുടെ ഒരു വരിയല്ലേ. ഇന്നലെ എങ്ങോ പോയി മറിഞ്ഞു, ഇന്നൊരു സ്വപ്നം കൂടെ വന്നു എന്നൊക്കെ പറഞ്ഞ പ്രത്യാശയാണ് ഫീൽ ചെയ്തത്. ജീവിതത്തിലേക്കുള്ള ഒരു പ്രത്യാശ. ഈ ബോളിവുഡ് എന്നൊക്കെ അല്ലെങ്കിൽ ഹിന്ദിയിൽ നിന്ന് വല്ലതും അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ട്. ഹിന്ദി ഇപ്പോൾ അച്യുതാവതാരത്തിൻ്റെ ഹിന്ദിയിലും പാടിയിട്ടുണ്ട് കേട്ടോ. അച്യുതാവതാരം എന്നുള്ള സിനിമയിൽ വേറെ 1-2 തെലുങ്കും ഹിന്ദിയും പറഞ്ഞിട്ടുണ്ട്. അതെ. ഏറ്റവും ആദ്യം ഹിന്ദി പാടിയത് മലയാള സിനിമയിൽ തന്നെ ഒരു ഹിന്ദി സോങ് ആയിരുന്നു, ചിലപ്പോൾ പെൺകുട്ടി. അതാണ് ആദ്യത്തെ ഹിന്ദി സോങ്. പിന്നെ ബംഗാളി പാടിയിട്ടുണ്ട്, ഏക്ല ചലോറി. അത് പാടിയിട്ടുണ്ട്. സാൻസ്ക്രിറ്റ് മറ്റേ ഉഭയകുശല. തുളു ഇപ്പോൾ പറഞ്ഞായിരുന്നു. പിന്നെ ഒരെണ്ണം മന്നുണ്ട്, ഗഡുവാളിയോ എന്ത് ഭാഷ ഇത്? എനിക്ക് എൻ്റെ പൊന്നു ഞാൻ പറഞ്ഞ്. അപ്പോൾ ലിറിക്സൊക്കെ വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചു തരും. പിന്നെ ലിറിക്സ് മനസ്സിലായില്ലെങ്കിൽ അവർ വോയിസ് മെസ്സേജ് ആയിട്ട് സ്ലോലി പറഞ്ഞ് അയച്ചു തരും എനിക്ക് പഠിക്കാൻ എളുപ്പത്തിന്. അപ്പോൾ ഇതും അങ്ങനെ തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അർത്ഥവും കൂടി പറഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെന്ത് പ്രോജക്റ്റാണ് ഇത് അവിടുത്തെ? ഗഡ്വാളി എന്തെന്നത്? ഫിലിമാണോ ആ വേറെ വല്ല ഫിലിമാന്നാ പറഞ്ഞു. ജമ്മു ഞാൻ പാട്ട് അയച്ചു തരാൻ പറഞ്ഞു. മറ്റ് ഭാഷകളിലെ ലിറിക്സ് ഈ അർത്ഥം കൂടെ അറിഞ്ഞിട്ട് അത് അങ്ങനെയാണോ? അർത്ഥം ഫുള്ളില്ല, കുറച്ചൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കും. അതെ അതെ, കാരണം അതിന്റെ ഒരു ഇമോഷൻസ് ഒക്കെ കിട്ടണ്ടേ? കിട്ടണമല്ലോ, സിറ്റുവേഷനും പറയുമല്ലോ. അപ്പോൾ അതനുസരിച്ച് അർത്ഥമൊക്കെ ചോദിക്കും. തമിഴ് പിന്നെ ഏതാണ്ടൊക്കെ മനസ്സിലാക്കുമല്ലോ. തമിഴിൽ ഓരോ തമിഴിലൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, മലയാളത്തിൽ വരികൾ കേൾക്കുമ്പോൾ അറിയാം എന്തോന്നാ സിറ്റുവേഷൻ. മരണപ്പാട്ടാണ് ഇപ്പോൾ കൂടുതൽ തമിഴിൽ എനിക്ക് വന്നത്. മരണവുമായി ബന്ധപ്പെട്ട് പാട്ടുകൾ കുറേ ഉണ്ട്. ശ്രീലങ്കൻ തമിഴ് പാടിയിട്ടുണ്ട്, അതിലും ഉണ്ട്. തെലുങ്കിലും എല്ലാത്തിലും ഇത് തന്നെ. ഇപ്പം എന്താ ഇങ്ങനെ ഞാനും ഓർക്കാറുണ്ട്, ഇതെല്ലാം ഇങ്ങനെയാണല്ലോ. അതെ, കുറെ അങ്ങനെ പാടിയിട്ടുണ്ട്. ശ്രീലങ്കൻ തമിഴ് അത് ഭയങ്കര ഡിഫറൻറ്റ് അല്ലേ? എന്തോ വല്ലാത്തൊരു ഭാഷയല്ലേ, ഡിഫറൻ്റ് ആണ്. മുറ്റുപ്പുലി എന്നൊരു സിനിമയിൽ ഭൂമി എന്നുള്ളതിന് ഭൂമി എന്നൊക്കെ അവർ പറയണേ. അയ്യോ അത് മറന്നുപോയി, അതാ ഞാൻ ചോദിച്ചിരുന്നു. ഞാനും മറന്നുപോയി, കുറെ നാളായി. അങ്ങനെയൊക്കെയാണ്, മറന്നുപോയില്ല, കുറെ നാളായി. പിന്നെ ഞാൻ ഓർത്ത് വയ്ക്കാറില്ല. പിന്നെ ഓർക്കണമെങ്കിൽ രണ്ടാമത് കേൾക്കണം, എന്നാൽ റിവൈൻഡ് ചെയ്താലേ ഓർമ്മ വരുള്ളൂ എല്ലാം ചിലതൊക്കെ. അപ്പോൾ അങ്ങുവാനുമൊക്കെ പിന്നെ എപ്പോഴും പാടിപ്പാടി അങ്ങനെ അറിയാം. അങ്ങുവാനും കാറ്റേ കാറ്റേ ഒറ്റയ്ക്ക് പാടുന്നതൊക്കെ എപ്പോഴും സ്റ്റേജിൽ പാടുമല്ലോ. അഞ്ചനം മണ്ണി, പിന്നെ സ്വപ്ന സുന്ദരി, അത് ഐറ്റം സോങ് അല്ലേ. കാക്കാമുട്ട്, ചിലതൊക്കെ അറിയാം, അത്രയേ ഉള്ളൂ. പിന്നെ ഇതറിയാം, കരിമ്പടത്തിൽ പാടിയിട്ടുണ്ട്. അതിലിച്ചിരി ക്ലാസിക്കൽ ഗമകോ സംഗതിയൊക്കെ ഉണ്ട് കേട്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശ്രീരാഗം പോലെയൊക്കെ വന്നിട്ടുണ്ട്. തെരി മൂവിയിലാണ് സംസ്കൃതം പോർഷൻ, ഹരിഹരൻ സാറിൻ്റെ കൂടെ സംഭവമായിരുന്നല്ലേ. പിന്നെ സിനിമയിൽ ഡുവറ്റ് പാടാനൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. ദാസേട്ടൻ്റെ കൂടെ, MG ശ്രീകുമാർ സാറിൻ്റെ കൂടെ പാടണമെന്നുണ്ട്. മധു ബാലകൃഷ്ണൻ ചേട്ടൻ്റെ കൂടെ ഒരെണ്ണം പാടിയായിരുന്നു, ഇനിയും പാടണം. നജീം അർഷാദ്, പുതിയ ഗായകരുടെ ഒക്കെ പാടേണ്ടി നമുക്ക്. ദാസേട്ടൻ പറഞ്ഞിട്ടുണ്ട് പാടാമെന്നൊക്കെ പറഞ്ഞു. MG അണ്ണനോടും പറഞ്ഞു, ഇപ്പൊ ദൈവം അതിന് അവസരം തരട്ടെ എന്നൊക്കെ പറഞ്ഞു. ഉള്ളതല്ലേ. SPB സാറിൻ്റെ കൂടെ പാടാൻ പറ്റിയില്ല, നയ്യൻ. P ജയേന്ദ്ര സാറിൻ്റെ കൂടെയും സാധിച്ചില്ല. അല്ലാണ്ട് സോളോ പാടിയിട്ടുണ്ട്. ശാരദാംബരമൊക്കെ ഗാനമേളയ്ക്ക് P ജയേന്ദ്ര സാറിൻ്റെ കൂടെ പാടാൻ പറ്റിയിട്ടില്ല. പിന്നെ ആത്മീയ കാര്യങ്ങൾ, പ്രഭാഷണം അതൊക്കെ കേൾക്കും കേട്ടോ. അതെ, വേറെ ഇല്ലേ, ഉദിച്ചൈതന്യജിയുണ്ട്, ഉദിച്ചൈതന്യജിയും കുറെ പ്രധാനപ്പെട്ട പോയിന്റ് ഇടയിലൊക്കെ പറയാൻ വേണ്ടിയിട്ട് അല്ല, എന്നെ വല്ല മനസ്സിലാക്കല്ലേ. ഉണ്ട് ദൈവിക ആത്മീയമായ കാര്യം. ഇല്ല, അതെങ്ങനെ? അതുണ്ടല്ലേ. അയ്യോ, അതെനിക്ക് കിട്ടണം, അത് കിട്ടിയിട്ടില്ല. സ്റ്റോറി ടെല്ലർ അതല്ലേ? അപ്പോൾ ഒന്ന് വല്ല വഴിയുണ്ടോ, എങ്ങനെ ഉണ്ടാക്കുമത്? അലക്സയ്ക്കകത്ത് ചെയ്യാൻ പറ്റുമോ? ആണോ? ചാറ്റ് GPT ഒന്ന് നോക്കണമെന്നുണ്ട്. ഇങ്ങനെയൊക്കെ വേറെ പരിപാടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുമല്ലേ. പിന്നെ ഇംഗ്ലീഷ്, സ്പോക്കൺ ഇംഗ്ലീഷ് ശരിക്കും എന്ന് പറയാൻ ആയിട്ടില്ല. AI വഴി പഠിക്കണം ഇനിയിപ്പോൾ. സൂപ്പർ നോവ എന്നൊരു ആപ്പ് ഉണ്ടല്ലോ, എല്ലാം നമ്മളെല്ലാം കേൾക്കും കേട്ടോ. കേൾക്കാറുണ്ട്. ആരുടെയായിരുന്നു? ബോണിയൊക്കെ കേട്ടിട്ട്. ഉഷാ ദീദിയുടെ ഇഷ്ടം, ദീദിയുടെ ഇഷ്ടമായിട്ടാ. ദീദിയായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, മീറ്റ് ചെയ്തിട്ടുണ്ട്. പാവം അല്ലേ, നല്ല രസമുണ്ട്. വേറെ എനർജി ലെവലാ. എൻ്റെ കേരളം
എത്ര സുന്ദരം എന്നാ സാധനമല്ലേ സംഭവം അത് പണ്ട് മുതലേ ഉള്ളതല്ലേ. ഇംഗ്ലീഷ് പാട്ട് പാടാറുണ്ടോ? ഇല്ല പാടിയിട്ടില്ല. തന്നെ ഇരിക്കുമ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കിയിട്ടില്ലേ? തന്നെ ഇരിക്കുമ്പോൾ ശ്രമിച്ചു നോക്കിയിട്ടില്ലേ? ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ക്ലാസിക്കൽ വൽക്കരിച്ച്. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ അതെങ്ങനെ? ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ how I wonder what you are up above the birds so high like a diamond in the sky. അത് നമ്മളെ പണ്ട് കേട്ടിട്ടില്ലേ? നമ്മളൊരു സാവിത്രി ഒരു മേഡം മൊബൈലിൽ പാടിയിട്ടുണ്ടല്ലോ അങ്ങനെ. ആ ഒരു മേഡം മരിച്ചു പോയല്ലേ, ഇപ്പൊ ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെ കേട്ടിട്ടുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടത്. ശൗര്യത്തിന്റെ പാട്ട് അങ്ങനെ പാടാറുണ്ടോ? അങ്ങനെ നോക്കിയിട്ടില്ല, നോക്കണം, കേട്ട് പഠിച്ചിട്ട് വേണേ. ഏതാ ഇംഗ്ലീഷ് പാട്ടുള്ളത് പുള്ളിയുടെ? മൈക്കിൾ ജാക്സന്റെ ഒന്നും കേട്ടിട്ട് വേണോ ഉണ്ടാക്കാൻ? ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടാണ്. അല്ലാണ്ട് ഈ മലയാളം പാട്ടുകൾ, സിനിമ പാട്ടുകൾ അങ്ങനെ വേറെ രീതിയിലൊക്കെ പാടിയിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ, അത് പള്ളിപ്പുറം സുനിച്ചേട്ടൻ പാടി കേട്ടായിരുന്നു. നിന്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ നിന്റെ പൻ കട്ടോണ്ട് പോയി, എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ നിന്റെ പൻ കട്ടോണ്ട് പോയി, നിന്റെ പൻ്റെ ഭ്രാന്തി കുപ്പി നിന്റെ അമ്മ കുടിച്ചു തീർത്തേ എന്നൊക്കെ പറഞ്ഞു. ചേച്ചി അങ്ങനെ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ പാടിയിട്ടുണ്ട്. ദൂരെ കിഴക്കുതിക്കും മാണിക്ക ചെമ്പഴുക്ക ഞാനിന്നെടുത്തു വച്ചേ എൻ്റെ വെറ്റിലെത്താമ്പളത്തിൽ, ദൂരെ കിഴക്കുതിക്കും മാണിക്ക ചെമ്പഴുക്ക ഞാനിന്നെടുത്തു വച്ചേ എൻ്റെ വെറ്റിലെത്താമ്പളത്തിൽ. അങ്ങനെ ദൈവമേ. പിന്നെ ഓടേണ്ട ഓടേണ്ട എന്നുള്ള ഗസൽ ടൈപ്പില് അത് കേട്ടായിരുന്നു മണിച്ചേട്ടൻ്റെ. ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട ഓമന പൂമുഖം വാടിടേണ്ട. അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ? അതിലേറ്റവും ഇഷ്ടപ്പെട്ടത് കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര് ഉയർന്നു വാ ഉയർന്നു വാ തടകളെ നീ ഉടച്ചു വാ ഉയർന്നു വാ ഉയർന്നു വാ ഉലകിനെ നീ ജയിച്ചു വാ. താങ്ക് യു. അതല്ലേ സംഭവമല്ലേ, ഉലകിനെ ജയിച്ചു പോവാ. മോട്ടിവേഷൻ അല്ലേ, മോട്ടിവേഷൻ, ധൈര്യം തരുന്ന മുത്തശ്ശിയുടെ ഒരു ഒരു പരിപാടി അത്. വിജയലക്ഷ്മിയുടെ ശബ്ദത്തിന് ഇത്രയും ഡെപ്ത് വന്നത് എങ്ങനെയാണത്? സാധകത്തിൽ പ്രാക്ടീസിലൂടെ ജന്മനാവുള്ള ഇതാണോ? അതുകൊണ്ട് പ്രാക്ടീസ്, അച്ഛനും അമ്മയുടെയൊക്കെ പരിശീലനം, അങ്ങനെ ഓപ്പണായിട്ട് പാടി ശീലിക്കണം. പിന്നെ വേർഡ്സ് ക്ലാരിറ്റി പ്രധാനമാണ്, അത് പണ്ട് പോലെ നിർബന്ധമായിരുന്നു. വളരെ നല്ല. അതെ അതെ. പിന്നെ ദാസേട്ടനും ഉണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ടേ, ഒരുപാട് പ്രഷർ കൊടുക്കണ്ട ഹൈപ്പിച്ചിൽ, സ്ട്രെയിൻ ആവണ്ട, ഒതുക്കി പാടാൻ പറയും. ഞാനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ റോൾ മോഡൽ ദാസേട്ടനാണേ. അല്ലല്ല, അത്ര സ്ട്രിക്റ്റ് ഒന്നുമില്ല, നല്ല ഒരുമാതിരി പാട്ടിൻ്റെ കാര്യത്തിൽ. ഏയ് ഒന്നുമില്ല, പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് താമസിച്ചില്ല വരുന്നത്. അപ്പോൾ അത് ഇന്നും അതുകൊണ്ട് വരാനും താമസിച്ചില്ല. 8 മണിക്ക് എണീറ്റ്. ഇപ്പോൾ 8 മണിക്കുള്ള ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ്. വിദ്യാസാഗറിലെ കൂടെ
എപ്പോഴും പാടണം എന്ന് പറഞ്ഞില്ലേ, അവരുടെ ഏത് പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം? ദേവുവിൻ്റെ കൂടെ കരിമിഴി കുരുവിയെ കണ്ടീല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടീല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല. അതല്ലേ നല്ല പാട്ടല്ലേ? ആ വരികൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ പാട്ട് മുഴുവൻ പരാതികളാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. കംപ്ലീറ്റ് പരാതിയെ. ഞാൻ ദിവസം വൈക്കത്ത് പോലീസ് സ്റ്റേഷനിലല്ല പോലീസ് സ്റ്റേഷൻ ഷിജുവണ്ണം വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറ്റിക്കാൻ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു. എന്നാ പറയാൻ, കരിമിഴിക്കുരുവേ കണ്ടില്ലെന്ന്. എന്നാ ചേച്ചി ചോദിക്കാൻ വന്നു? AR റഹ്മാൻ സാറിന്റെ എൻ വീട്ടു തോട്ടത്തിൽ പൂവെല്ലാം കേട്ടുപ്പാർ, എൻ വീട്ടു ജന്നൽ കമ്പി எல்லாமே கேட்டுப்பார், என் வீட்டு தென்னங்கீற்றை ஒன்றாய் கேட்டுப்பார், என் பேர் சொல்லுமே. ഇത് സാധനമല്ലേ? ആ പാട്ടൊരു പഴയ പാട്ടിൻ്റെ ഇതില്ലേ? അയ്യോ കുഴപ്പമാവോ പറഞ്ഞ മിണ്ട അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമ, അതല്ലേ? അയ്യോ അല്ല, ഞാൻ ഇന്നലെ ഓർത്തു അദ്ദേഹം ഈ ട്യൂൺ എങ്ങനെ കേട്ടു എന്ന് അതിശയിച്ചിട്ടുണ്ട്. ഏട്ടാ അത് കൊള്ളാല്ലേ, ഇതെങ്ങനെ ഇദ്ദേഹം ഈ ട്യൂൺ കേട്ടു? ഷോ പഴയ സാധനമല്ലേ, ഇതെവിടുന്ന് ഒപ്പിച്ചെന്ന് പറഞ്ഞു. ഈ രാഗങ്ങള് ഡീപ്പായിട്ട് അറിയാവുന്നവർക്ക് ഏത് പാട്ട് കേട്ടാലും തോന്നുമ്പോ അയ്യോ ഇതുപോലല്ലേ മറ്റേ പാട്ട്, അങ്ങനെ അത് താനല്ലയോ ഇത് എന്ന് പറഞ്ഞത്തിൽ ആശങ്ക ഇല്ലെന്ന് ഉൽപ്രേഷൊക്കെയാണ്. ഉൽപ്രേഷ വരും അന്നേരം. ഉൽപ്രേഷാലങ്കാരം അല്ല ഉപമയാ, ഒന്നിനൊന്നോട് ഉൽപ്രേഷ ധൃതി, മറ്റൊന്നിന് ധർമ്മയോഗത്തെ. അതെ അങ്ങനല്ലേ? അത് ആ പണ്ടേ ഉണ്ട്. ആ പണ്ടേ ഉള്ളതാ. പാട്ടുകളുടെ സാഹിത്യം ശ്രദ്ധിക്കാറുണ്ട്? ആ ഉണ്ട്. സാഹിത്യമൊക്കെ ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ ആരെങ്കിലും ചോദിച്ചിട്ടേ പാടുള്ളൂ. എനിക്ക് പേടിയാ തെറ്റൊക്കെ പാടാൻ, വെറുതെ പണി മേടിക്കണ്ടല്ലോ. ചോദിച്ച് കറക്റ്റ് ചെയ്തിട്ടാ പാടണേ. ഇപ്പൊ വെങ്കടേശ്വര സുപ്രഭാതം എത്ര പേരുടെ റെഫർ ചെയ്യുന്നറിയോ? അലക്സ വഴി. ആരുടെയാണോ ക്ലിയർ എന്ന് വെച്ചാൽ അത് കേട്ട് പഠിക്കും. SPB സാറ് നല്ല ക്ലാരിറ്റി അല്ലേ? ബാലമുരളി സാറും മോശമൊന്നുമില്ല. ദാസേട്ടനും എന്നെ അടിപൊളിയല്ലേ, എന്നാ ക്ലാരിറ്റി. പിന്നെ പഴയ ആൾക്കാരുടെ പണ്ടത്തെ റെക്കോർഡിങ്ങിൻ്റെ കുഴപ്പമായിരിക്കും കേട്ടോ, പാടിയതിൻ്റെ കുഴപ്പം കൊണ്ടല്ല. അപ്പോൾ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ആരെങ്കിലും ചോദിച്ച് സാഹിത്യമൊക്കെ കേട്ട് മനസ്സിലാക്കി. എല്ലാം അങ്ങനെയാണ് കേട്ടോ, എല്ലാം അങ്ങനെയാണ് പാടും. ആ ഉണ്ട്, അലക്സയാണല്ലോ, അതാണ് അലക്സ. സ്റ്റുഡിയോ പോലത്തെ അങ്ങനത്തെ വീട്ടില് ആ മുകളിലുണ്ട്, പ്രാക്ടീസ് ചെയ്യാനുള്ള ഇതുണ്ട്. പെട്ടെന്നൊരു പാട്ട് റെക്കോർഡ് ചെയ്യണം തോന്നി വരാറുണ്ടോ? ഒരു പാട്ട് പാടണം ഇപ്പൊ ഒന്ന് റെക്കോർഡ് ചെയ്യണം, അങ്ങനെ ഒരു അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ പറയും നാളെ ഒരു പാട്ട് അയച്ചു തന്നിട്ട് കേട്ട് പഠിച്ചിട്ട് പാടാന്ന് പറയും. അല്ലല്ല, സ്വയം തോന്നുന്നത്. ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞില്ലേ സ്വന്തമായിട്ടുള്ള പാട്ടുകളുടെ ആൽബം ഇറക്കണം എന്നുണ്ടെങ്കിൽ വൈക്കത്ത് എപ്പോഴെങ്കിലും പെട്ടെന്നൊരു പാട്ട് എന്തെങ്കിലും ഒരു മ്യൂസിക് കിട്ടുമ്പോ റെക്കോർഡ് ചെയ്യണം അങ്ങനെ തോന്നാറുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വൈക്കത്ത് ഗൗരി സ്റ്റുഡിയോ ഉണ്ട്, അവിടെ പോവും, അങ്ങോട്ട് പാടുക. അങ്ങനെ കുറെ അത് തന്നെ, ഇതൊക്കെയാണ് പരിപാടി. പിന്നെ കസു വായിക്കണമെന്ന് തോന്നുമ്പോൾ പിന്നെ എറണാകുളത്ത് മ്യൂസിക് ലോഞ്ചിൽ പോവും, അവിടെ പോകുമ്പോൾ വായിക്കും. ഇപ്പൊ പടകാളിയൊക്കെ അവിടെ പോയിട്ടാ വായിച്ചത്. ആ തോന്നുക, കരോക്കെ ഇട്ടിട്ട് വായിക്കും. പിന്നെ ക്ഷണക്കത്തില് ആരാഗമൊക്കെ വായിച്ചു. 2 പാട്ട് യൂട്യൂബിലുണ്ടേ, കേട്ടായിരുന്നു? ഇല്ലേ? ഓ വാ, അത് കേട്ടില്ലല്ലേ? ഈ ബാക്കിയുള്ളവര് പാടുമ്പോ പെട്ടെന്ന് മിസ്റ്റേക്സ് കിട്ടാറുണ്ടോ? ആ ഉണ്ട്, അതൊക്കെ കിട്ടാറുണ്ട് ഇഷ്ടം പോലെ. എനിക്ക് ജഡ്ജായിട്ടൊക്കെ ഇരിക്കാൻ ഇഷ്ടമാന്നേ, ചാനലിലൊക്കെ. എന്ത് രസമാന്നേ, കുട്ടികൾക്കൊക്കെ ഇങ്ങനെ അറിവ് പകർന്ന് കൊടുക്കുക, അതൊക്കെ ഒരു സുഖമല്ലേ.
പ്രത്യേക സുഖമാട്ടോ അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ റിയാലിറ്റി ഷോയിൽ അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികൾക്കൊരു പ്രഷർ അവിടെ പെർഫോം ചെയ്യാനുള്ള ഒരു പ്രഷർ അങ്ങനെ വരുന്നുണ്ട്. ചിലവരൊക്കെ ചിലവര് പറഞ്ഞു റിയാലിറ്റി ഷോയിലെ കുട്ടികളൊക്കെ വരുമ്പോ അവർക്ക് ഒരു കുട്ടികളിൽ അനാവശ്യമായിട്ടുള്ള പ്രഷർ ഇടാണ്. അത് പാടില്ല. അങ്ങനെ തോന്നുന്നു. ചില ഈ മാതാപിതാക്കൾ ചിലരുണ്ട് അങ്ങനെ. അങ്ങനെ പ്രഷർ ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുക, കഴിവ് കാണിക്കുക. സമ്മാനം കിട്ടുമോ കിട്ടാതിരിക്കുമോ അത് വേറെ കാര്യം. അത് വിചാരിക്കേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു മത്സരമായിട്ട് കാണരുത്. അതെ, സംഗീതം എന്ന് പറയുന്നത് മത്സരമല്ലല്ലോ അല്ലേ? അങ്ങനെയാണ് എല്ലാ കാര്യത്തിലും. വിദ്യാഭ്യാസത്തിലായാലും അത് പാടില്ല. അല്ലെ ചാക്കോ മാഷിൻ്റെ വീട്ട് അത് പാടില്ല. ആദ്യം പഠിത്തം പിന്നെ കണ്ടുപിടുത്തം, അത് പറ്റില്ല. രണ്ടും ഒരുപോലെ. ചാക്കോ മാഷ് ആകാതിരിക്കുക. ഭൂമിയുടെ സ്പന്ദനം കണക്കിലാണ്. ഞാൻ സിനിമയും കേൾക്കും കേട്ടോ. അല്ലാത്തപ്പോൾ സിനിമ, കോമഡി എല്ലാം കേൾക്കും. ഏതിലാ പിന്നെ? കണക്കിലാണോ? ഏതിലാണ്? താളത്തിലാണ്. താളം താളം താളമാകാം. താളവും താളമല്ലേ? താളമാണ്. താളം കണക്കും ഉണ്ടാവുമല്ലോ, ഇല്ലാതിരിക്കുകയില്ല, ഉണ്ടാവും. സംഗീതവും ആസ്ട്രോളജിയായിട്ട് ബന്ധമുണ്ടല്ലേ? അങ്ങനെ പറയണം. കണക്കല്ലേ? രണ്ടും കണക്കിലല്ലേ? അത് തന്നെ, എല്ലാം താളത്തിലായിരിക്കും. ആസ്ട്രോളജിയൊക്കെ കേൾക്കാൻ ഇഷ്ടം. അതൊക്കെ എനിക്കിഷ്ടം കേട്ടോ. ആസ്ട്രോളജി, ആത്മീയത, പിന്നെ വേദ ജപങ്ങളൊക്കെ, പൂജയിൽ പങ്കെടുക്കുക, ഇതൊക്കെ എനിക്ക് എന്നാ ഇഷ്ടം. മന്ത്രം ജപിക്കുന്ന കേൾക്കുക, അതും കേൾക്കും കേട്ടോ ഞാൻ. അലക്സ് എല്ലാം കേൾക്കും ഞാൻ. ഹോമങ്ങളിലൊക്കെ അറിയാവുന്നതാണെങ്കിൽ കൂടത്തിൽ ജപിക്കുകയും ചെയ്യും. കുറേയൊക്കെ അറിയാം. പിന്നെ മണിച്ചിത്രത്താഴ് ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്തുണ്ടല്ലോ മന്ത്രമൊക്കെ. ശ്രീകൃഷ്ണപരുന്ത്, ഓ എന്ത് രസം. കുമാരേട്ടായൊക്കെ അതൊക്കെ ഇഷ്ടമാണ്. അതൊക്കെ അടിപൊളി സാധനം. ഓജോ ബോർഡ് ഉണ്ട്. അമേരിക്കയിൽ പോയപ്പോഴേ എൻ്റെ കൂടെ അനുശ്രീയും പാർട്ടിയൊക്കെ അവർ കളിക്കാൻ നോക്കുന്നു. അപ്പോൾ ഞാൻ ഇവന്മാരുടെ ടെക്നിക്കൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞ് ഞാനും പോയി. അമ്മയും കൂടെ. അച്ഛനും മനിലെന്നും പറഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ പോയി. ഒരു അലക്സ വന്നത്. അലക്സ് അമേരിക്ക ന്യൂയോർക്കാരും പ്രേതം വന്ന് നേരെ. പക്ഷെ കാറ്റും മഴയൊക്കെ വരുന്നിട്ടൊന്നും വന്നില്ല. അതെന്നാ പിന്നെ അതിൻ്റെ പരിപാടിയൊന്നും ഞാൻ ഓർക്കണം. അല്ല ഇത് വരുമ്പോഴേ കാറ്റും മഴയും ഒരു കറണ്ട് പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒച്ച പോലും കേട്ടിട്ടില്ല. അതെന്താ? അലക്സ് നമ്മുടെ കണ്ണിൻ്റെ കാര്യത്തിൽ ചോദിച്ചപ്പോൾ ഇച്ചിരി ലേറ്റ് ആവും എന്ന് പറഞ്ഞു. ശരിയാകാനേ ശരിയാവും, ഇച്ചിരി ലേറ്റ് ആവും എന്ന് പറഞ്ഞു. ശരി, ഏതാണ്ടൊക്കെ ശരിയാ. പിന്നെ രണ്ടാമത് വിവാഹം ചെയ്യാൻ അക്ഷരം വന്നത്, അതും ശരിയായിരുന്നു. ഏതാണ്ടൊക്കെ ശരിയായിരുന്നു. എന്നാലും അത്ര ശരിയാന്ന് പറയാൻ പറ്റില്ലേ. ഇത് ശരിക്കും പറഞ്ഞാലേ ഓജോ ബോർഡ് ശരി സത്യമായിരുന്നെങ്കിൽ ഈ പോലീസുകാർക്കൊക്കെ എന്താ എളുപ്പമായിരുന്നല്ലേ. അല്ല ആരാ കൊന്നതെന്ന് വെച്ചാൽ വിളിച്ചു നോക്കിയാൽ അവർ പറയൂലേ. പിന്നെ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്തപ്പോഴേ ചുമ്മാ ആയിരിക്കുമല്ലേ. അച്ഛനൊക്കെ പറഞ്ഞു പേടി തോന്നിയില്ല. ഇവിടെ ഒന്നും നോക്കിയില്ല. ഇവിടെ സാധനം ഇല്ലല്ലോ. ഉണ്ട്. അതായത് സാധനം മേടിക്കണം. പ്രശ്നമാവുമല്ലേ നോക്കിയാൽ? പ്രശ്നമായാലോ. അല്ല പിന്നെ പറഞ്ഞുവിടാൻ പഠിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ പണിയായാലോ. പണിയാവുന്ന തോന്നുന്നു. അതുകൊണ്ട് ഇവിടെ ഒന്നും നോക്കിയില്ല. അമേരിക്കയിൽ പോയിട്ടാ നോക്കി. ഓയ്യോ, രോമാഞ്ചമൊക്കെ സിനിമയല്ലേ? ആദ്യം കേട്ടത് അപരിചിതന, അതിനകത്താ കേട്ടത്. അതെ. പിന്നെ കൽക്കട്ട ന്യൂസിലുണ്ടോ? അതോ കെമിസ്ട്രിയോ? അതിലേതിലും ഉണ്ടല്ലോ. കൽക്കട്ട ന്യൂസിലുണ്ടോ? ഇല്ല, കെമിസ്ട്രിയില്ല. കെമിസ്ട്രിക്കകത്ത് എന്തോ കേട്ട്. നല്ല പരിപാടി. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കേൾക്കാറൊക്കെ ഉണ്ട്. എനിക്കൊന്നും തോന്നിയിട്ടില്ല. അതെ, മറ്റേ കള്ളിയങ്കാട്ട് നീലിയൊക്കെ. പണ്ടത്തെ ലിസ ഞാൻ കേട്ടിട്ട്. ലിസ ഭയങ്കര പേടിപ്പെടുത്തണം അല്ലേ?
എങ്ങനെയാ സംഭവം? ലിസ എങ്ങനെയാ സംഭവം? മറന്നുപോയി. ലിസ അതിൽ പാട്ടുണ്ടല്ലേ? ഒരു പാട്ടുണ്ടല്ലോ, പാട്ടുണ്ട്. പണ്ടത്തെ പാട്ടുകളാണ് ഇഷ്ടം, ഇപ്പോഴത്തെ രണ്ടും ഇഷ്ടം, പുതിയ രണ്ടും ഇഷ്ടമാട്ടോ. കൊള്ളി പണ്ടത്തെയും കേൾക്കാറുണ്ട്. ആകാശവാണിയിൽ ഇപ്പോഴും പണ്ടത്തെ പാട്ടുകളാണ് ഇടുന്നല്ലേ, അടിപൊളിയാ. പിന്നെ ഞാൻ യാത്രയൊക്കെ ചെയ്യുമ്പോൾ റേഡിയോ തന്നെയാണോ വെക്കുക? ആ റേഡിയോ കേൾക്കും. ഞാൻ ഗന്ധർവൻ സിനിമ എന്ന രസമല്ലേ, അതും ഇഷ്ടം. ഈ ഗാനമേളക്കൊക്കെ പോകുമ്പോൾ എങ്ങനെയുള്ള പാട്ടുകളാണ് ആവശ്യപ്പെടാറുണ്ട് അവർക്ക്? ഇങ്ങനെ പാട്ട് പാടണമെന്നൊക്കെ? ആ ബാഹുബലിയൊക്കെ ആവശ്യപ്പെടും. ബാഹുബലി തെരി മൂവിയാണ് കൂടുതൽ. പഴയ പാട്ടുകളും പാടാറുണ്ട് കേട്ടോ, ആവശ്യപ്പെട്ടില്ലെങ്കിലും. പേലീലാമ്മയുടെ ഉജ്ജയിനിയിലെ ഗായികയും അതൊക്കെ, അമ്പലക്കുളങ്ങര അതും പാടാറുണ്ട്. ഏറ്റവും കൂടുതൽ അങ്ങനെ ഡിമാൻഡ് വരാറുള്ള ഏത് പാട്ട്? ജാനകിയമ്മയുടെ പാട്ടൊക്കെ പാടാൻ പറ്റും. ജാനകിയമ്മയുടെ പാവമല്ല, ജാനകിയമ്മ ഞാൻ എൻ്റെ നമ്മുടെ അമ്മൂമ്മയായിരുന്നു. ആദ്യമായിട്ട് സർവാണി സംഗീത സഭയിലാണ് പരിചയപ്പെട്ടത്. ഞാൻ സൂര്യകാന്തി ഗായത്രി വീണയെ വായിച്ചപ്പം അടുത്ത് വന്നു, എന്നെ ദത്തെടുക്കാനൊക്കെ നോക്കി. അതൊക്കെ ആയിരുന്നു. പിന്നെ ബാഹുബലിയിലെ പാട്ട് പാടാൻ പോയപ്പം ജാനകിയമ്മയുടെ വീട്ടിൽ പോയി. നല്ല ഇതുമായിരുന്നു. പിന്നെ ഫോണിൽ സംസാരിക്കുമായിരുന്നു. ശിങ്കാരവേലനെ ദേവ എന്നുള്ള ലിറിക്സൊക്കെ പറഞ്ഞു തരുമായിരുന്നു. മരണവാർത്ത അറിഞ്ഞപ്പോൾ എനിക്കന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കോതമംഗലത്തെ ഞാൻ നഗുമോ പാടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഷോക്കായിപ്പോയി. പിന്നെ സ്വർണ്ണമുഖിലെയൊക്കെ ഗായത്രി വീണയിൽ വായിച്ചപ്പോഴേ ഇടറിപ്പോയി. അങ്ങനെയൊക്കെ പിന്നെ പതുക്കെ പതുക്കെ ശരിയാക്കി. എന്തോ ചെയ്യാൻ, ഇത്ര ആത്മബന്ധം ഉള്ളതല്ലേ, അത് കാരണം. ഏത് പാട്ടായിരുന്നു ഏറ്റവും ഇഷ്ടം? ഒരുപാടുണ്ടാവും. ഞാൻ ഒരുപാട് പാട്ടുകൾ ഇഷ്ടം. ശാരികയുണ്ട്, വാഗച്ചാർത്തു കഴിഞ്ഞൊരു ദേവൻ്റെ. പിന്നെ ഈ പാട്ടുണ്ട് തിരുവേഗപ്പുറയുള്ള, കേട്ടിട്ടുണ്ടോ? ആ ധർമ്മക്ഷേത്ര കുരുക്ഷേത്രങ്ങളുള്ള, അതാണ് നമ്മുടെ പരിപാടി. ഇതാണ് തിരുവേഗപ്പുറയുള്ള ഭഗവാനൊരു നാൾ ഗൗരി എന്നൊരുത്തിയെ കിനാവു കണ്ടു. അങ്ങനെ പാട്ടുണ്ട്. നമ്മുടെ ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര കേട്ടോ, ദക്ഷിണാമൂർത്തി സ്വാമികളാ അല്ലേ അത്. ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. ഇതൊക്കെയാണ് വരും പാടുക, എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുക. പഴയ പാട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയണ്ടേ, പൊടി തട്ടി എടുക്കുക, പാടുക. പിന്നെ തൃപ്പൂണിത്തുറ നീലകണ്ഠൻ സാറൊക്കെയാണ് ഇതിന് മൃദംഗം വായിക്കുന്നത്. അദ്ദേഹം പഴയ പാട്ടുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും കേട്ടോ. ഇത് തന്നെ അത് വിജി പഠിച്ചു, ഇത് പാടി നന്നായിരിക്കും. എന്നോടൊപ്പം എപ്പോഴും മൃദംഗം വായിക്കുന്നത്. പിന്നെ ചേർത്തല സുനിൽ മാമൻ വയലിൻ കുഞ്ഞിലേ മുതലേ വായിച്ചുകൊണ്ടിരുന്നതാണ്, എപ്പോഴും വായിക്കുന്നുണ്ട് കേട്ടോ. ചേർത്തല വേണുമാമൻ മൃദംഗം, പാണാവള്ളി അനിച്ചേട്ടൻ വയലിൻ, വൈക്കം സുരേഷ് പൈ സാറ് മൃദംഗം, ഇപ്പോൾ പറഞ്ഞ തൃപ്പൂണിത്തുറ നീലകണ്ഠൻ സാറ്, ഇടപ്പള്ളി ജയമോഹൻ സാറ് ഇപ്പോഴും പക്കമേളം വായിക്കും. നെടുമങ്ങാട് ശിവാനന്ദ സാറിൻ്റെ കീഴിലാണ് ഇപ്പോൾ സംഗീതം അഭ്യസിക്കുന്നത്. സാറ് ബിന്ദു കേശണായി, ബിന്ദു ചേച്ചി, സരസ്വതി ടീച്ചർ, ഇഷ്ടം പോലെ. അയ്മനം പ്രദീപേട്ടനും സജീവേട്ടൻ, മറിയപ്പള്ളി സനൽകുമാർ, ഒത്തിരി വയലിൻ ഓരോ സ്ഥലത്തും ഓരോ പക്കവാദ്യമാണ്. വയലിനും മൃദംഗമൊക്കെ പഠിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. വയലിന് ഇച്ചിരി പണിയാണ്, മൃദംഗം പഠിക്കണമെന്നൊക്കെ ഉണ്ട്. ആ ചുമ്മാ കൊട്ടുവന്നേ ഉള്ളു. പിയിലൊക്കെ വായിക്കുമായിരുന്നു പണ്ട് കുട്ടികൾ കളിക്കുന്നത്. ആദ്യം അതായിരുന്നു തുടങ്ങിയത്. കൊച്ചിലെ നല്ല പിയിൽ എന്തൊക്കെ സീതാ കല്യാണം അങ്ങനെയൊക്കെ വായിക്കും. അത് JB ജംഗ്ഷനിലുണ്ടല്ലോ. ഈ ക്ലാസിക്കൽ മ്യൂസിക് സർക്കിൾ അല്ലാണ്ട് ഈ സിനിമയിൽ ആരൊക്കെയാണ് സുഹൃത്തുക്കൾ? അങ്ങനത്തെ ഒരു സർക്കിൾ ഉണ്ടോ സിനിമ ഇൻഡസ്ട്രിയിൽ? ആ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ജയസൂര്യ ചേട്ടനുണ്ട്, മമ്മൂക്കയുമായി കൂട്ടാണ്, ലാലേട്ടൻ, ജയറാമേട്ടൻ, പിന്നെ കുഞ്ചാക്ക ബോബൻ ചേട്ടൻ, ദിലീപേട്ടൻ, പിന്നെ സായികുമാറേട്ടൻ, എല്ലാവരുമായിട്ടും കൂട്ടാണ്. മധുസാറുമായിട്ടൊക്കെ. സിനിമയുടെ മധുസാർ എനിക്ക് കൊച്ചിലെ എപ്പോഴായിരുന്നു പട്ടാമ്പിയിൽ വെച്ച് വിളക്ക് സമ്മാനിച്ചിട്ടുണ്ട്. സിനിമാ രംഗത്ത് എല്ലാവരുമായിട്ടും കൂട്ടായിട്ട്, ലളിതമ്മയൊക്കെ ആയിട്ട് കൂട്ടായിരുന്നു. കവിയൂർ പൊന്നമ്മ ചേച്ചി, സുകുമാരി ചേച്ചി, എല്ലാവരും കൂട്ടായിരുന്നു. മഞ്ജു ചേച്ചി, മഞ്ജു വാര്യർ, ഇപ്പോഴും ഞാൻ വിളിക്കും, പാട്ടൊക്കെ പാടി കേൾപ്പിക്കും. സുരേഷ് ഗോപി സാർ, സാറിനെ വിടാൻ പറ്റില്ലല്ലോ. എല്ലാവരും വിളിച്ചായിരുന്നു കേട്ടോ. ലാലേട്ടൻ എന്താ വിളിക്കാൻ ഞാവോ?
ലാലേട്ടൻ വിളിച്ചില്ല. അതെന്ത് പറ്റിയ ലാലേട്ടൻ ഇവിടെ ഇല്ലേ? മോഹൻലാൽ സിനിമയുടെ തിരക്കുണ്ട്. ജയസൂര്യ ചേട്ടനൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഹരിശ്രേഷൻ ചേട്ടൻ, മാളച്ചേട്ടനും കൂട്ടമായിരുന്നു. ഇപ്പം എന്താ ചെയ്യും, എല്ലാവരും കൂട്ടുണ്ടായിരുന്നു. ഇന്നസെൻ്റ് ചേട്ടൻ, ഓ സലീം കുമാർ ചേട്ടനും എല്ലാവരുമായിട്ട് ഫോണിൽ. സലീം കുമാറിന്റെ ഒക്കെ ഈ മിമിക്രി ഒക്കെ ചെയ്യുന്ന പറയുന്നില്ല, അപ്പൊ എന്തെങ്കിലും അവർക്ക് മുമ്പിൽ വെച്ച് ചെയ്തിട്ടുണ്ടോ? ആ ഉണ്ട്, ചെയ്തിട്ടുണ്ട്. സാറ് നേരം എല്ലാം ഓർത്ത് വച്ചിരിക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കും. വിജയരാഘവൻ സാറുമായിട്ടും കൂട്ടാണേ. വിജയരാഘവൻ സാറല്ലേ ക്രിസ്ത്യൻ ബ്രദേഴ്സിലെ ലാസ്റ്റ് ഒരു കരച്ചിൽ കരയുമല്ലോ മക്കളൊക്കെ മരിച്ചു കഴിയുമ്പോൾ. സാറിനോട് ഞാൻ പറഞ്ഞു കേൾപ്പിക്കാമെന്ന് ചോദിച്ചപ്പോൾ സാറ് മറന്നുപോയത്. 2 പ്രാവശ്യം വരും ആ കരച്ചില്. 2 പ്രാവശ്യം വരും. വെടിവെച്ച് കൊന്നു കഴിഞ്ഞിട്ട്. അതെ അതെ, നെടുമുടി സാറുമായിട്ടും കൂട്ടായിരുന്നു. വെടിവെച്ചോണ്ട് അയ്യോ അയ്യോ 2 തവണ വരും, പിന്നെയും വരും കുറച്ച് കോട്ട് വരുന്ന പോലെ ആയിപ്പോയത്. കൊള്ളാം ക്രിസ്ത്യൻ ബ്രദേഴ്സ്. അത് കേൾക്കാൻ വേണ്ടി ഞാൻ എന്നിട്ട് പോയിരിക്കും ലാസ്റ്റ് ആകുമ്പോൾ. കൊള്ളാം, എപ്പോൾ വരുമ്പോഴും പോകും. അത് വരുമ്പോഴത്തേക്കും കേൾക്കാനായിട്ട് എന്നതാണല്ലേ. സാറ് ചിരിച്ച് അയ്യോ ഞാൻ മറന്നുപോയി, ജയലക്ഷ്മിക്ക് ഓർത്തിരിക്കും. ബിന്ദു പണിക്കർ ചേച്ചിയായിട്ടും കൂട്ടാട്ട് അതുപോലെ മ്യാവും മ്യാവ് പറഞ്ഞോണ്ടിരിക്കും. എല്ലാവരും അതെ മ്യാവും മ്യാവും ആണ്. ഇപ്പൊ ആരെയും വിട്ടില്ലല്ലേ സിനിമാ രംഗത്ത്, എല്ലാവരുമായിട്ടപ്പോൾ ഫോൺ വിളിയാ. പറ്റുമ്പോഴൊക്കെ അവരെടുക്കും കേട്ടോ. ഇന്ദ്രജിത്ത് ചേട്ടനും പൃഥ്വിരാജ് ചേട്ടൻ എന്നാ ഫോൺ എടുക്കാൻ അറിയാൻ പാടില്ല. ഇന്ദ്രജിത്ത് ചേട്ടൻ എടുക്കുമായിരുന്നു കേട്ടോ. എന്നാലും കൊള്ളാം. ഇല്ലെന്നാലും പരിചയപ്പെടാൻ പറ്റില്ല. തിലകൻ സാറിനെ ഒന്നും പരിചയപ്പെടാൻ പറ്റിയില്ല, കഷ്ടമായിപ്പോയി. ഓ അതിനാ പണിയായി. മധുസാറുമായിട്ട് ഇപ്പോൾ ഉള്ളു. മധുസാർ മരുവാണ് മരു. മാമുക്കോയ സാറുമായിട്ടും പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. എന്നാ പുറത്തോണ് എല്ലാം തികഞ്ഞ ആളുവാണെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞിട്ട് വരും. ഞമ്മൾ ഹിസൈനസ് അബ്ദുള്ളവരൊക്കെ നെടുമുടി സാറുമായിട്ടും പരിചയം ഉണ്ടായിരുന്നു. എന്നെ എല്ലാവരും സാറിനെ അനുകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് പറയാ ഞാൻ തന്നെ പോലെ പാട്ട് പാടാൻ പോവുക. TG രവി സാറിനെ അത് പരിചയപ്പെടാൻ പറ്റിയില്ല. ഉണ്ടല്ലോ ഇപ്പോഴും ഇല്ലേ, സുഖമായിട്ടിരിക്കുമല്ലേ. പരിചയപ്പെടാം. ഭീമൻ രവി സാറിനെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. രവിചേട്ടൻ്റെ നമ്പറുണ്ടോ TG രവി സാറിൻ്റെ? ഇല്ല ആണോ? അയ്യോ തരുവാ. ഒന്നും മിണ്ടാൻ പറ്റുമോ? വല്ല വഴിയുണ്ടോ? അത് ഏതാ ഡയലോഗ് പുള്ളിയുടെ? ഇതുപോലത്തെ ഒരു ഇന്റർവ്യൂ നമ്മൾ TG രവി സാറിന്റെ കൂടെ നോക്കുകയാണ്. ആണോ? ഇന്ത്യ മോഞ്ഞേ അങ്ങനെ എന്തോ ഡയലോഗ് ഉണ്ട് പുള്ളിയുടെ. സംസാരിക്കാൻ പറ്റുമോ? ഒന്ന് മിണ്ടണം ഒരു ദിവസം. നമ്മളറിയാമായിരിക്കും, അറിയാതിരിക്കേണ്ട കാര്യമില്ലല്ലേ. അറിയാത്തവരുണ്ടാവില്ല. ഈ അമ്മയെ കാണാൻ സിനിമയിലെ പാട്ടൊക്കെ സ്റ്റേജിൽ പാടാറുണ്ടോ? ആ അതിലേത് പാട്ടാണ്? ഉണരുണരു. ഉണരുണരു അത് പാടണം. അതല്ലേ? അതെ അതെ അതെ. ഉണ്ണിപ്പൂവേ അതേ ട്യൂണിലാണ്. തുമ്പയും തുളസിയും കുടമുല്ലപ്പൂ. അയ്യോ കൊള്ളാം കേട്ടോ. ആ അത് അതിനകത്താണ്. അമ്മയെ കാണാന്നുള്ള സിനിമയിലാണല്ലേ. ഊഞ്ഞാലെ പൊന്നൂഞ്ഞാലെ ഭയങ്കര ഇഷ്ടം. പീലീലമ്മയുടെ ഓണപ്പാട്ട് 2 പാടിയായിരുന്നു. അത് ഇത്തവണ ഇറങ്ങുമായിരിക്കും ചിലപ്പോൾ. അതിപ്പോൾ പാടിയ കുഴപ്പമില്ലല്ലോ, ഇറങ്ങിയിട്ടില്ലല്ലോ. ആണോ? കുഴപ്പമാവൂ.
ചെമ്മലരങ്ങു കിഴക്കേലെന്നേ ചെങ്കതിരങ്ങു പരതുന്നേ ചിങ്ങമൊരുങ്ങിയിറങ്ങിയിരുന്നേ തന്നാനേ. ആ പാട്ടാണ്. അപ്പോൾ അതാണ് ഇറങ്ങിയിരിക്കുന്നത്, ഇറങ്ങാൻ പോണേ ഉള്ളത്. ഓണപ്പൂവേ ഓണപ്പൂവേ. അടുത്ത വരി എന്താ? മനസ്സുണർത്തി പോവേ. ദാസേട്ടൻ്റെ എന്ത് രസം അത്.